പിന്നീട് അദ്ദേഹം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, തോൽക്കുന്നു. അത് കഴിഞ്ഞ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വളരെയധികം വോട്ട് പിടിക്കുന്നുവെങ്കിലും 3ാം സ്ഥാനത്തേ എത്തുന്നുള്ളൂ. അങ്ങനെ അതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് 2016 അദ്ദേഹം വട്ടിയൂർക്കാവ് നമ്മുടെ നേമമണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നു. നേമത്ത് മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കും. അന്ന് വി ശിവൻകുട്ടിയാണ് തോൽപ്പിച്ചത്. അതുകൊണ്ട് വി ശിവൻകുട്ടിക്ക് കഴിഞ്ഞ തവണ സീറ്റ് കിട്ടി. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിക്കുന്നു. മുരളീധരൻ കുറച്ചധികം വോട്ടുകൾ പിടിക്കുന്നു. അന്യഥ കുമ്മനം രാജശേഖരന് കിട്ടുമായിരുന്ന വോട്ടുകൾ ശിവൻകുട്ടിയിൽ കിട്ടാത്തത്, കുമ്മനത്തിന് കിട്ടാമായിരുന്നതായ വോട്ടുകൾ മുരളീധരനിലേക്ക് പോകുന്നു. അങ്ങനെ മുരളീധരൻ ജയിക്കുന്നില്ല, പക്ഷേ കുമ്മനം തോൽക്കുന്നു. അതുകൊണ്ടാണ് ബി ജെ പിക്കാർക്ക് കെ മുരളീധരനോട് തീരാത്ത വിരോധമായിട്ട് തീർന്നത്. അങ്ങനെ ഇത്തവണ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കുന്നു. മുരളീധരൻ്റെ ഒരു ഡമ്മിയായിട്ട് കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്നു. ശബരിനാഥൻ നല്ല ഫൈറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ന്യായമായിട്ട് കിട്ടാവുന്ന വോട്ടിൽ നിന്ന് എത്ര ശബരിനാഥൻ ഭിന്നിപ്പിക്കും എന്ന കാര്യം നമുക്ക് പറയാനായിട്ടില്ല.